ഗൈസ് നോക്കൂ, അങ്ങനെ വീണ്ടും ഗൈസ് നോക്കൂ, അങ്ങനെ ഈ പടവടൽ ഇപ്പം തുറക്കും. ഗൈസ് നോക്കൂ, അതായത് നമ്മൾ അങ്ങനെ ബാംഗ്ലൂർ എത്തി, നമ്മുടെ വണ്ടി ബാംഗ്ലൂർ എത്തി. നമ്മുടെ എൻഡോർ ഓൾറെഡി ഇവിടെ ഉണ്ട്. നമ്മൾ ഓടിച്ചു കൊണ്ടുവന്നു. ബാക്കിയുള്ള വണ്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടെയ്നറിനെ കെട്ടിക്കൊണ്ട് വന്നു. ഈ കണ്ടെയ്നർ കെട്ടിക്കൊണ്ട് വരുന്നതാണ് ഈ ഒരുമാതിരി മൈലേജ് ഇല്ലാത്ത വണ്ടികൾക്ക് ലാഭം. നമ്മുടെ അക്കൗണ്ട് പോലത്തെ വണ്ടികൾ ഇത് കയറ്റി വരുമ്പോൾ ഇവിടെ നിസ്സാര പൈസ. അവൻ ഇന്ന് വരണ്ടായിരുന്നു, പക്ഷെ അവൻ ഇന്ന് താമസിച്ചു വന്നു. അതുകൊണ്ട് ഞങ്ങളിപ്പം എവിടെയാണ്? തുംകൂർ. ഇത് തിരുച്ചപ്പൂർ, തുംകൂർ തുമ്പിക്ക് കറക്റ്റ് തുംകൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പൊ ഈ തുംകൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ വന്നേക്കുവാണ്. അപ്പൊ തുമ്പി അവിടെ ഉണ്ട്. തുമ്പി ഫോൺ വിളിക്കാണ്ട് വന്നതാണ്. ഇവിടെയൊക്കെ പല ടൈപ്പ് വാഹനങ്ങൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും വന്ന് അടിഞ്ഞ കണ്ടെയ്നറുകൾ കിടക്കുന്നുണ്ട്. ഇത് മെയിൻ ആയിട്ട് ഇവിടുന്ന് കയറി പോന്ന് വെച്ചിട്ടുണ്ട് മാരുതിയുടെ വണ്ടിയും. അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന മാരുതി, ഇവിടുന്ന് അങ്ങോട്ട് ടയോട്ട, BMW, ഹ്യുണ്ടായി. അത് തമിഴ്നാട്ടിൽ നിന്ന് കയറുന്നത്. അതെ, ലൈനാ ഇത്. അതെ. ഈ റൂട്ട് അറിയാമോ ദീപചേട്ടാ? ഞാൻ ആദ്യമായിട്ട് കേൾക്കും. ഇത് ഇങ്ങോട്ട് നേരെ പോകുന്നേ, തിരക്കുള്ള റൂട്ട്. ഇത് അങ്ങോട്ട് നേരെ പോകുന്നേ ഈ തുംകൂറിന് അങ്ങോട്ട് പോകുന്ന മൈസൂർക്കാ നിങ്ങൾ വരുന്നതിന്റെ കൈസ്. എന്തായാലും നമ്മുടെ ചെറുക്കൻ ഇവിടെ കിടപ്പുണ്ട്. ഇതിപ്പം കുടൂടാൻ സൗണ്ട് വെക്കുന്നത്. ഏതാനും നിമിഷം തുറക്കും. നമ്മുടെ 3 വണ്ടി ഇറങ്ങണം. ഒരു ഇന്നോവ, ഒരു റോള, ഒരു അക്കോഡ് നിങ്ങളെ ഓടിക്കണ്ടേ? പ്രസന്റ് സാർ, നീ ഏത് പഠിക്കുന്നേ? ഞാൻ കൊറോണ. അതിനകത്ത് ഹീറ്ററൊക്കെ ഉണ്ട്. ഹീറ്റർ പാട്ട് സെറ്റ് ചെയ്ത് തരും. നമുക്കൊരു എല്ലാ വണ്ടിക്കും ഒരു 4000 രൂപ എണ്ണ വെച്ച് അടിക്കേണ്ടി വരും. ഗൈസ് നമ്മൾ നേരെ ഇവിടുന്ന് മൈസൂർ നേരെ വീരാജ്പേട്ട. നാളെ എത്ര മണി എടുക്കും? എത്രയാ നിങ്ങൾക്ക് തണുക്കുന്നോ? എന്റെ ഇത് നിങ്ങൾ സിക്കിമിലാണ്, നിങ്ങൾ എവിടെ വരെ പോയതാ? എത്രയെന്ന് നമ്മളിപ്പോ എത്ര മണിയായി? ഇനി എത്തുമ്പോ എത്ര മണിയാവും? നമ്മൾ നേരം എടുത്ത് 7:45 അവിടെ എത്തും. അത്ര എടുക്കും. 10 മണിയൊക്കെ കുഴപ്പമില്ല, നമ്മൾ നന്നായിട്ട് ഉറങ്ങിയില്ലേ. നമ്മുടെ സാധനങ്ങൾ ഇറങ്ങുവാണ്. ഇദ്ദേഹമാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഏജന്റ്. आपका नाम क्या है? പ്രദീപ്. ഗൈസ് നോക്ക്, കർണാടക, ഹരിയാനക്കാരനാണ് പുള്ളി. ഇവിടുത്തെ ഏജന്റ് ആട്ടോ. ബൈക്കൊക്കെ ഉണ്ട് കേട്ടോ, ഹാർലി ഒക്കെ ഉണ്ട്. പല ടൈപ്പ് ബൈക്കുകൾ, പല സാധനങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. ഓഹോ, ഇതൊക്കെ ഡൽഹിയിൽ നിന്ന് കൊറിയർ സംഭവങ്ങളാണ്. നമുക്കറിയത്തൊന്നുമില്ല. നമ്മുടെ വണ്ടി എവിടെയാ? അവിടെ ഇത് കുറേ ലോഡിറങ്ങി വരുന്ന വാഗണറൊക്കെ ആരപ്പോ HR നോക്കി എടുത്തേ. അതിനൊക്കെ എന്നെ ലാഭം കിട്ടാനാ? 25,000-30,000 കിട്ടും കൂടി വന്നാല്. തുമ്പി വാഗണറൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടില്ല. തുമ്പി വാഗണറൊക്കെ ഇതാണ് തുമ്പി. തുമ്പിനെ കുറിച്ച് പറയാൻ നേരത്ത് തുമ്പിയുടെ നമ്പർ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തേക്കാം. അതായത് പേപ്പർ ഏതായത് ആർക്കെങ്കിലും പിന്നെ കിട്ടാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ തുമ്പി സഹായിക്കുന്നതായിരിക്കും. തുമ്പി സഹായിക്കുന്ന പോലെ ഇച്ചിരി ഇതും കൊടുക്കണം. സാധാരണ ആരെങ്കിലും പേപ്പർ ശരിയാകാതെ ഡൽഹി കിടപ്പുണ്ട്. കഴിഞ്ഞ ദിവസം നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഒരു ചേട്ടൻ വിളിച്ചു. മൂപ്പർക്ക് റെഡിയാക്കി കൊടുത്തു, അത് വേറെ കാര്യം. മൂപ്പർക്ക് ആരോ ഒരു ഡീലർ വണ്ടി കൊടുത്തിട്ട് NOC എടുത്ത് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട്, അപ്പം അത് ഇതുപോലെ ചെറിയ ഉടായ്പ എന്തോ പെട്ടിരിക്കുകയായിരുന്നു. അത് റെഡിയാക്കി കൊടുത്തു. അപ്പൊ അതേപോലെ ആർക്കെങ്കിലും വേണമെങ്കിൽ വിളിച്ചാൽ മതി. തുമ്പയുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. ഡൽഹിയിൽ നിന്നും ആരെങ്കിലും വണ്ടി എടുത്തിട്ട് പേപ്പറോ കാര്യങ്ങളോ ശരിയാതെ കിടക്കുന്നുണ്ട്, തുമ്പി നിങ്ങളെ സഹായിക്കും. കാര്യം കൂടെ, ഈ 10, 11, 12, 13, 14, 15 വരെയുള്ള എക്സ്പയർ ആയ വണ്ടിക്ക് NOC എടുത്ത് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്. ഇല്ല, കിട്ടത്തില്ല. അത് मेरा एक कोरोला है, एक अकॉर्ड है, एक इनोवा क्रिस्टा है. तीन गाड़ी नहीं है मेरे पास, नहीं है. അല്ല മേര നെയ്യെന്നല്ലേ മേരാ പാസ് അല്ല. വാ നമുക്കും കയറാം. നമുക്കൊരു പറയും അറിയത്തില്ലല്ലോ, നമ്മളെല്ലാം അറിയാവുന്ന പോലെ നിൽക്കണം ദീപചേട്ടാ. എന്നാണ് സൗണ്ട് ഒക്കെ വേറെ ये पार्किंग के अंदर था. आप ये पार्किंग पे था? यहाँ लगाए, उसके बाद लोकेशन भेजे आपके पास. हाँ, पूछते हैं. हम 2 दिन से रूम लेके बैंगलोर सोया था. अभी यहाँ से 6 किलोमीटर आगे जाइए, डिप्रेशन में देखिए कैसे जाम लगा है. എന്നാ പറയുന്നത്? अच्छा हो गया ना आपको? आपको अच्छा हो गया? अच्छा क्या, वो उतारना पड़ेगा, फिर चढ़ाना पड़ेगा, फिर वहाँ जाकर उतारना पड़ेगा. ये हुआ. ये आपका काम है ना, मेरा काम है ये. है उधर करेगा, इधर जाएगा रिटर्न आएगा, उधर का आएगा. उतारने का 10 रुपये का ठेका हम नहीं लेते हैं. क्या है? बोला कि डायरेक्ट वहाँ उतारने का सर.
हमारे का कितना डे के इधर आएगा बोलेगा अरे उतार लो ना यार अब तो छोड़ो എന്ത് ഭാഷയാ പറഞ്ഞേ? ഞങ്ങൾ പറഞ്ഞ പുള്ളിക്ക് മനസ്സിലായില്ല, പുള്ളി പറഞ്ഞ നമ്മൾ മനസ്സിലായില്ല. കാരണം ഞങ്ങൾക്ക് ഹിന്ദി അറിയില്ല. നമ്മൾ പറഞ്ഞാലും മനസ്സിലായില്ല, അതുകൊണ്ട് വിഷയമില്ല. നമുക്ക് ഹിന്ദി അറിയത്തില്ല. മറ്റേ പുള്ളിക്കാരനായിട്ട് പാല അടിയുടെ അക്കത്ത് വണ്ടിയായിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടുന്ന് കട്ടിയായിട്ട് പോകാനൊന്നും പറ്റൂല കൂട്ടുകാരാ. ഇത് അങ്ങോട്ട് പോകുന്നത്, ഇത് ബോംബെ ലൈനാ. ബോംബെ ലൈനാ അല്ല ഞങ്ങള് ഇവിടെ പോകണം മംഗലാപുരം പോയിട്ട് അല്ല, ഇവിടുന്ന് കട്ടിയിട്ട് പോയിട്ട് എന്നെ സംഭവിക്കാന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ആ തല്ലിപ്പള്ളി റോട്ടിൽ കൂടെ അതല്ല, ഇത് മറ്റേ ബോംബെ ലൈനാണ്. മറ്റേ എക്സ്പ്രസ് നമുക്ക് കിട്ടത്തില്ല. എക്സ്പ്രസ് ലൈനിലേക്ക് കയറുമോ? ഇവിടുന്ന് റൈറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ മൈസൂർ ഇവിടെ എക്സ്പ്രസ് വേ ആണോ? എക്സ്പ്രസ് വേ ഇവിടെ പോയി കയറും, മാണ്ടിക്ക് മുമ്പ് പോയി കയറും. സ്റ്റാർട്ടാകുന്നോ നോക്കട്ടെ. അതൊന്നും നമ്മുടെ അല്ല, നമ്മുടെ അക്കോട് അക്കോടാണോ? ഇത് അക്കോടാണോ? ഞാൻ വിചാരിച്ചു മറ്റേ കൊറോള അല്ല, ഇതാണ് എറണയാണ്. തുമ്പി പറഞ്ഞു നമുക്ക് എക്സ്പ്രസ് വേ കിട്ടൂല. എക്സ്പ്രസ് വേ കിട്ടണമെങ്കിൽ ഇവിടെ നിന്ന് 40 കിലോമീറ്റർ പുറകെ പോയിട്ട് നമ്മളൊരു ടോൾ, ആദ്യത്തെ ടോൾ കട്ട് ചെയ്തില്ല, ആ ടോളിൽ നിന്ന് ഇതപ്പോ ലെഫ്റ്റ് തിരിഞ്ഞിട്ട് ഇവിടുന്നാണെങ്കിൽ ഇവിടുന്ന് നേരെ പോയി 5 കിലോമീറ്റർ കഴിയുമ്പോൾ റൈറ്റ് എടുക്കുക. റൈറ്റ് എടുത്തിട്ട് രണ്ടുപേരാ ഗ്രാമത്തിന്റെ ഉള്ളിൽ കൂടെ കയറാൻ നേരെ മാണ്ടിയെ പോയി ചാടും. മാണ്ടിയെ മുഖത്തോട്ട് കണ്ണടിക്കും. കടത്തിലേക്ക് പോകുന്ന തീരുമാനിച്ചോ? നമുക്ക് കയ്യിലേക്ക് പോവാം, നോക്കിട്ട് കാര്യമില്ല. കോഡ് പടേഷ് ചാർജ് സ്റ്റാർട്ട് ആകുന്നില്ല, ചാർജ് തീർന്നു കേട്ടോ. ബാറ്ററി മാറേണ്ടി വരും. ബാറ്ററി മാറേണ്ടി വരത്തില്ല, ഇത് ലൂസാണ്. ഇത് കണ്ടോ? വെയിറ്റ് കറോ, ഇത് ലൂസാ ചേട്ടാ. ഇത് കണ്ടോ തുമ്പി? ഞാൻ തിരിച്ചു വെച്ചോ തുമ്പി. ഇങ്ങനെ കൊടുത്തേ, ഇത് ഇങ്ങനെ കൊടുത്തേ. എൻ്റെ കൈക്ക്, എൻ്റെ ഒരു കയ്യിൽ ഫോണാന്ന് അടിച്ചേ. ഇതോ കരോട്ട വെയിറ്റ് 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 ആ വെയിറ്റ് വെയിറ്റ്. നമ്മുടെ വണ്ടി ബാറ്ററി ഇച്ചിരി ഡൗൺ ആട്ടോ. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് അടിക്കാൻ വേണ്ടി അത് പ്ലസ് അടിക്കലെന്ന് പറയണേ. കാരണം ഇത് കഴിഞ്ഞ കുറച്ച് ദിവസം അടുത്ത് അങ്ങനെ കാം ചെയ്ത് മാറോ. ആ കഴിഞ്ഞു. പെട്രോൾ നെയ്യേ, പെട്രോൾ ഫുള്ള് കയറ്റി. നിങ്ങൾ മേടിച്ച് 500 ഫുൾ അടിച്ചാണല്ലോ. एक मिनट भैया. മാറോ. എല്ലാ വണ്ടിയും ഇതേപോലെ അടിക്കാൻ നമ്മൾ പെട്ടുപോകും. ഒരു കാരണവശാലും ഓഫ് ആക്കിയേക്കെന്ന് പറയണേ. ഏതാ ഒരു കാരണവശാലും. ഓ ഗാഡി ബന്ദ് नहीं करेगा. എന്നായിട്ട് അങ്ങനെ പറഞ്ഞേ? അതാണ് നമ്മുടെ അടുത്ത വണ്ടി. ഇത് ഇറങ്ങാൻ വേണ്ടി പോകുന്നു. ഇത് ഞങ്ങളുടെ ബൈക്കല്ല കേട്ടോ, അല്ലേ? ഇതേതാ ബൈക്ക്? ഇതേതാ ബൈക്ക്? ഇവിടെ ഭയങ്കര വില പറഞ്ഞ കൊല വില പറഞ്ഞു ലാസ്റ്റ്. ആദ്യം ചെറിയ പൈസ പറഞ്ഞേ. കിട്ടും, നമുക്ക് തന്നെ കിട്ടും. പറ്റിയോ? ഇല്ല ഇഷ്ടാ കേട്ടോ. ഇതിനകത്ത് വലിയ വണ്ടി കയറൂലല്ലേ? അല്ലേ ഇതിൻ്റെ അകത്തോ? ചേട്ടാ ഞാനിപ്പോൾ ഡൗട്ട് ചോദിക്കട്ടെ. ഇതിനകത്ത് ഇപ്പോൾ ആവോ ആറാമസേ ആവോ ആ ചെറിയ അടിയായിട്ട് നോക്കണ്ട, ഇന്ന് തട്ടുന്ന. ആ പോട്ടെ കയറിക്കോ മെല്ലെ. ആ പോട്ടെ ഭയ്യ ഗാഡി ബന്ദ് नहीं करेगा. ഇതിനെ ഞാനാണ് കൊണ്ടുപോകുന്നത്. സെൽകുറ്റി കേട്ടോ, സൂക്ഷിക്കണേ ചേട്ടാ. ഇത് വണ്ടി പോലെ അല്ലേ? ചവിട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇത് എത്ര സിലിണ്ടർ? 6 4 ഒരു എസ് ക്ലാസിനെക്കാളും വലിയ വണ്ടി. എസ് ക്ലാസ് അല്ലടാ, ഈ ക്ലാസ് ആയിട്ടാ കോമ്പറ്റീഷൻ. ഇനി നമ്മുടെ ആ ഒരു ഇന്നോവ ഇറങ്ങാം. ഇതാണ് നമ്മുടെ അടുത്ത ഇന്നോവ ഏതാണ് ഇറങ്ങുന്നു. അല്ല നമുക്കൊരു വണ്ടിയും കൂടി ഉണ്ട്. ഞാൻ ഓടിക്കേണ്ട വണ്ടി വന്നില്ലെന്നേ. അപ്പൊ ഈ വണ്ടി ഇറക്കണ്ടേ? ഈ കിടക്കുന്ന ഇന്നോവ ഞങ്ങളുടെ കേട്ടോ. എത്ര വണ്ടി ഞങ്ങളുടെ? ഇത് ഇറക്കിയതിന് ശേഷം കിടക്കുന്ന വാഗണാർ നമ്മുടെ അല്ല. അല്ല ചേട്ടാ, ഈ വാഗണാർ എങ്ങനെ നാട്ടിൽ കൊണ്ടിട്ട് കച്ചവടം ചെയ്യില്ലേ? उसका अंदर फ्यूल भी डाउन है, रिफ्यूल के लिए भेज दो उसको, नहीं तो अगर बंद हो गया तो प्रॉब्लम आ रहा है. वो मुश्किल नहीं, अभी पहला पंप पे जाके मारेगा. नहीं अभी एक बंदे को उसके लिए भेज दो.
No, still എന്നാ നമ്മൾ 500 രൂപയുടെ എണ്ണ അടിച്ചല്ലേ ചേട്ടാ? ഈ എണ്ണ ഊറ്റുന്നുണ്ട് കേട്ടോ ഇവര്. എണ്ണ ഇല്ല, എന്തോ ബ്രോ ഉണ്ടല്ലോ അതിനകത്ത്, നമ്മൾ എടുത്തായിരുന്നോ? എന്നെ താനും ഇവരെടുത്തോ? സാധനം കാണണം ദേഹം നോക്ക്. തുമ്പി നമ്മൾ വണ്ടിയിൽ നിന്ന് എടുത്ത് കൈ വെച്ചായിരുന്നു. ഇല വെച്ച് അതല്ലേ ഞാൻ നിനക്ക് തന്നേ. ഒരു വെള്ള സാധന വെള്ള സാധനം എനിക്ക് കിട്ടിയില്ല. സെൻട്രൽ കൺസോൾ ഓപ്പൺ ചെയ്ത് ഇവരെടുത്തോ അതിനകത്തില്ല. ചേട്ടാ? ഇവരെടുത്തോ? സെൻട്രൽ കൺസോൾ ഓപ്പൺ ചെയ്ത്. സെൻട്രൽ ശ്ശോ. തുമ്പി ഒന്ന് നോക്കിയേ. അതിനകത്ത് ഇറങ്ങി ഒരു നല്ല സമയം എടുക്കാം, നമുക്ക് ചെലവഴിക്കാൻ സമയം. അല്ല ദിവചേട്ടൻ നിൽക്കുമ്പോ പാട്ട് കാണുമ്പോ ഇപ്പം വണ്ടി എങ്ങനെ ഓടിക്കുന്ന മനസ്സിലാക്ക. എവനെ ഞാൻ കണ്ടുപിടിച്ചു. എന്നോട് രാത്രി വിളിച്ചു വെച്ചാൽ ഞാൻ പറഞ്ഞു പി പാർക്കിങ്, 6 റിവേഴ്സ്, ഡി ഓടിക്കുന്നത്. സെറ്റ് ആവും. ഒരു സ്വിച്ച് ഉണ്ട്, ഹീറ്റിംഗ് കിട്ടുക. ഓട്ടോമാറ്റിക് ദിവചേട്ടൻ ആദ്യമായിട്ട് ഓടിക്കുന്നത്. automatic ഓടിച്ചിട്ടുണ്ട് കുറെ ആയെന്ന് മാത്രം. നോക്ക് എന്നെ ആ സമയത്ത് വിളിക്കാം. ഇത് നോക്ക്, ഇത് AC ഇവിടെ എവിടെ പിടിച്ച് നോക്കണം. ഇതെന്നെ സംഭവം എന്ന് വെച്ചാൽ ഈ ക്രിസ്റ്റ നമ്മുടെയാണ്. ഈ വണ്ടി ഇവിടം വരെ ഉള്ളു കേട്ടാ, നമ്മുടെ നാട്ടിലോട്ട് പോകുന്ന വണ്ടിയല്ല. അപ്പം വണ്ടി മാറ്റിക്കരണേ. അങ്ങനെ അപ്പം നമ്മുടെ ക്രിസ്റ്റ ഇത് നമ്മുടെ നാട്ടിലോട്ട് ഒരു സാറിന് എടുത്ത വണ്ടി കേട്ടോ, നമ്മുടെ വണ്ടി തന്നെയാണ്. അപ്പോൾ നമ്മുടെ തുമ്പി തന്നെ എടുത്താണ്. അപ്പം ഈ വണ്ടി ഇനി കേരളത്തിലോട്ട് എറണാകുളത്തോട്ട് പോകുന്ന വണ്ടിയിലോട്ട് ഇത് മാറ്റി കയറ്റും. ചെറിയ കണ്ടെയ്നർ, വണ്ടി പോകുന്ന കണ്ടെയ്നർ ഇല്ല, അതിപ്പം ഒരു 15 മിനിറ്റിൽ വരും. ഇതിവിടം വരെ ഹോൾട്ട് അല്ലേ? അല്ല, ഇതിപ്പോ ഇത് ഒരു അരമണിക്കൂറിനുള്ളിൽ അതിനകത്ത് ലോഡ് ചെയ്യും. അതല്ല ഞാൻ ചോദിച്ചേ, ഈ വണ്ടി ഇവിടം വരെ ഇത് കഴിഞ്ഞു. ഇത് ഇവിടുന്ന് മറ്റേ ചെന്നൈയിലെ പ്ലാന്റിൽ നിന്ന് ഏതാണ്ട് വണ്ടി എടുക്കാൻ പോകുന്ന ഡ്രൈവർ പറഞ്ഞത്. കഴിഞ്ഞു. ഇവൻ ഇവിടുന്ന് നേരെ ചെന്നൈക്ക് പോകും. പോവല്ലേ? ഈ മേളിൽ ഇരിക്കുന്ന ഈ വാഗണാറും ഡെലിവറി കൊടുക്കണം ആർക്കാണ്ട്. അപ്പം വന്നു കഴിഞ്ഞാൽ ഞാനൊരു കേസ് വെച്ചോട്ടെ, ഈ വണ്ടി വിറ്റിട്ട് എന്നാ ലാഭം കിട്ടാൻ കേട്ടോ? ഡൽഹിയിൽ കാണും, അല്ലാതെ വരത്തില്ലല്ലോ. ചീപ്പായിട്ട് വന്നല്ലേ? കൊമേഴ്ഷ്യലാണ്, ചീപ്പായിട്ട് കിട്ടി കാണണം അല്ലേ? മിക്കവാറും ടാക്സി ഓടിയിട്ട് ടാക്സി ടാക്സി ഓടി നല്ല ഫൈൻ കിട്ടി കാണും. സ്വാഭാവികം. ഗൈസ്, ഈ ടാക്സി വണ്ടി എടുക്കാൻ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ 3-4 ലക്ഷം രൂപയ്ക്ക് വണ്ടിക്ക് ഫൈൻ. ചിലപ്പോൾ 50,000 രൂപയ്ക്കൊക്കെ അവിടുന്ന് വണ്ടി കിട്ടും. പക്ഷേ ഫൈൻ നമ്മൾ നോക്കണം. ചിലപ്പം എന്നാ ചെയ്യുന്നത് വെച്ചാൽ അവർ ഈ 1 മണിക്കൂറത്തേനും 2 മണിക്കൂറത്തേനൊക്കെ NOC എടുക്കാൻ വേണ്ടി ഇത് ബ്ലോക്ക് ചെയ്ത് തരും. അത് കഴിഞ്ഞിട്ടുള്ള വരുന്ന ഫൈൻ നമ്മൾ കേരളത്തിൽ പരിപാടിൻ്റെ ഒക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് 8ന്റെ പണി കിട്ടും കേട്ടോ. നമ്മൾ മേളത്തെ വണ്ടിയും കൂടെ ഇറക്കി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിയും. ഈ വണ്ടി അങ്ങനെ ഇതുണ്ടോ ഈ സാധനം ഇറക്കുന്ന നോക്കിയേ, ഇത് മൊത്തം ഏറെ കേട്ടോ. ഇതിപ്പം മറ്റേ വണ്ടി പോലെ തന്നെ താഴെ എത്തും. ആ അക്കോടെ ഞങ്ങൾ ഇന്നലെ എടുക്കാൻ വേണ്ടി പോയതാ. അക്കോട് താഴെ ഉണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ടയോട്ടയുടെ വണ്ടി മേളും ആയിപ്പോയി. ആ സാധനം താഴെ ഉണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ തന്നെ ഈ വണ്ടി എടുത്തിട്ട് ആണോ? പക്ഷേ നമ്മുടെ സാധനം എവിടെയാ നോക്കി പുള്ളിക്ക് ഒരു പാട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് വിടാം. ഏത് പാട്ട്? അല്ല, പുള്ളിയുടെ അതിനകത്ത് കണ്ടെയ്ൻ സാധനം ഉണ്ട്. നിന്റെ കണ്ടെയ്ൻ സാധനം എനിക്ക് വേണമെന്നില്ല. പാട്ടല്ല, ചാർജ് കുത്തണ്ടേ? മാപ്പ് വെക്കണ്ടേ? ചാർജ് വെച്ചാൽ മതി. പാട്ടിന്റെ വേണ്ടി സാധനങ്ങൾക്ക് ഏതിൻ്റെ അകത്താണോ അവിടെ? നീ ആ മറ്റേ കർത്തവായിൻ്റെ അകത്ത് നോക്കി. കുഞ്ഞിതാ മറ്റേ കർത്താവ് വലുത് ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് ഉണ്ടാവുള്ളൂ. ഒരു ദിവസം ഇതേപോലത്തെ കുറഞ്ഞത് 20 വണ്ടിയാണ് വരുന്നത്. അപ്പം 20 വണ്ടിക്കകത്ത് ഒരു 5 വണ്ടി വെച്ച് കൂട്ടുക. അപ്പോൾ ഒരു ദിവസം 6 to 7, വലിയ വണ്ടി ആണെങ്കിൽ 6. ഒരു ദിവസം കുറഞ്ഞത് 20 വണ്ടിയിൽ 7 വണ്ടി, ചെറിയ വണ്ടികളാണെങ്കിൽ 7. ഇത്രയും വണ്ടിയാണ് കേരളത്തിൽ പുത്തൻ വണ്ടി കൂടാതെ അന്യസംസ്ഥാന വണ്ടി രജിസ്റ്റർ ചെയ്യുന്നത്. ഇപ്പം എന്തോരം വണ്ടിയാണ് കേരളത്തിലേക്ക് വന്ന് അടിയെന്നല്ലോ. ഇത് ഒരു പാർക്കിങ്ങിന്റെ അവസ്ഥയല്ലേ പറയുന്നത്? എത്ര പാർക്കിംഗ് ഉണ്ട് അങ്ങനത്തെ? പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ ഒരാൾ മാറി വിളിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു വിശ്വാസം ചെയ്യണമെങ്കിൽ ഒരു 5-6 വർഷത്തിന് ശേഷം നമ്മുടെ നാട്ടിൽ വണ്ടിക്ക് വളരെ ചീപ്പാവും. ഡൽഹി ഭയങ്കര സ്ക്രാപ്പുകാർ കാശ് കൊയ്യും. ആ ഒരു കാലഘട്ടത്തിലേക്ക് എത്താൻ പോവാ. സ്ക്രാപ്പുകാർ ഇപ്പോൾ ഡൽഹി വന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നുണ്ട് ഫുൾ കണ്ടെയ്നർ ആയിട്ട്. കോയമ്പത്തൂരുള്ള ഒരു ടീമുണ്ട് നമുക്ക് പരിചയമുള്ള, മൊത്തം എടുത്തിട്ടുണ്ട് ഫുൾ ഒരു കണ്ടെയ്നർ. ഒരു ബുക്ക് എക്സ്പയർ ആയ വണ്ടികൾ, റണ്ണിങ് കണ്ടീഷൻ വണ്ടികൾ ഫുൾ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ രാഹുൽ കൊടുത്തു 4 വണ്ടി. എന്താ സ്ക്രാപ്പ്? ആ പാർട്സ് വിൽക്കും. എന്നാ വിലക്ക് കിട്ടും? ഇപ്പം ചെറിയ പൈസക്ക് കിട്ടുന്നത് 2 രൂപ, 2.5 രൂപ, 1.5 രൂപ റേഞ്ചിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസ വേണം. നമ്മളെപ്പോലെ ഉള്ളവർ നോക്കിയിട്ട് പക്ഷേ ഈ മുടക്കുന്ന നമ്മുടെ അടുത്ത് കായില്ല, വായുണ്ട്. അത് നമ്മുടെ അതിന്റെ മേലെ കിടക്കുന്ന ഇത് ആർമി ജിപ്സിയാണ്. കളറ് കണ്ടില്ലേ? ഈ വണ്ടി നാഗാലാൻഡ് ഒന്നും കണ്ടിട്ട് പോലും ഉണ്ടാവൂല. എന്നല്ലേ വണ്ടി പച്ച വണ്ടി, ആർമി വണ്ടി കണ്ടറിയത്തില്ലേ? ആർമി വണ്ടി
ഒന്നും നോക്കണ്ട. അടുത്ത് പിടിച്ചോളി. നമ്മുടെ വണ്ടി അടുത്ത ഡീല് നമ്മുടെ വണ്ടി. നല്ല തങ്കക്കൂടം പോലത്തെ വണ്ടി. ആ ഈ വണ്ടിക്ക് നമുക്ക് ഇച്ചിരി പെയിൻ്റ് അടിയും പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ഞാനത് ഓട്ടോയ്ക്ക് കൊണ്ട് ചാർത്തി. അവൻ എന്നോട് പറയാം കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്നാ പറയാനാ, ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ലൈറ്റൊന്നും ഉണ്ടെന്ന്. ഞാൻ ഓടിക്കേണ്ട വണ്ടി ഇറങ്ങിയിട്ടാ കേട്ടോ. ഇവരെയും കൊണ്ട് വേണം എനിക്ക് നാട്ടിലോട്ട് പോകാൻ വേണ്ടി. നമ്മുടെ എല്ലാം ഇറങ്ങി. നീ കാശ് കൊടുത്ത് സെറ്റിൽമെന്റ് ചെയ്താൽ മതി. 500 രൂപയുടെ എണ്ണ ഇന്ന് അടിച്ചാൽ മതി. ഇതിനൊക്കെ പിന്നെ എവിടെ എണ്ണ പറഞ്ഞമാർ ഊറ്റി കേട്ടോ. 500 രൂപയുടെ എണ്ണ ആ ഇതിന് അടിച്ചതാ. അത് ഏതായാലും നമുക്കൊന്ന് ടൈറ്റ് ആക്കണം. നമ്പറൊക്കെ ഇല്ലേ വണ്ടിക്ക്? ഇതിന് എണ്ണ ഉണ്ടെന്ന് വെച്ചാൽ ഇതിനല്ല നമ്മൾ 500 രൂപയുടെ എണ്ണ അടിച്ചേ. 2 വണ്ടിക്ക് അടിച്ചിട്ടുണ്ട് എണ്ണ. ഇനി ഒരെണ്ണം കൂടി ഇതുപോലത്തെ വരാനുണ്ട്. ക്രിസ്റ്റയ്ക്കല്ല, അക്കോർഡിനും ഇതിനും എണ്ണ അടിച്ചു. അണ്ണാ നമ്മുടെ മറ്റേ ഫോൺ വെക്കുന്ന ഹോൾഡർ ഇതിനകത്ത് അണ്ണാ ഇവന് ഫോൺ വെച്ച് കൊടുക്കുക. പൊട്ടിപ്പോയോ? 100 രൂപയുടെ നമ്മൾ എവിടെയോ ആ വണ്ടിയുടെ എവിടെയോ കയറ്റി വെച്ചിട്ടുണ്ട്. 100 രൂപയുടെ സാധനം നമ്മൾ മേടിച്ചാ. കുറച്ച് 100 രൂപയുടെ സാധനം നമ്മൾ മേടിച്ചതാണ്. ഫോൺ കൈ വെച്ച് തന്നാലും മതി. നോക്കിപ്പോ കൈസ് ഈ വണ്ടി എടുക്കാന്ന് വെച്ചാൽ ഈ വണ്ടി ചെറിയ വണ്ടി കേട്ടോ. ഇത് ഓട്ടോമാറ്റിക്കാ. പറഞ്ഞുതരാം. ഇതിനകത്ത് ഓയിലുണ്ടല്ലോ. ഇത് അറിയില്ല. അത് നമ്മുടെ ഓയില്. മറ്റേത് ഗിയർ ബോക്സ് ഓയില്. അത് നമ്മൾ വേണമെന്ന് പറഞ്ഞ് അടി ഉണ്ടാക്കിയത്. അതല്ല, ഈ വണ്ടിയുടെ ഓയിൽ മാറ്റിയായിരുന്നു. ചേട്ടാ ഇതിന് എണ്ണ അടിച്ചായിരുന്നു ചേട്ടാ. ഇത് ആദ്യം കയറി വന്ന വണ്ടിയല്ലേ? ആ അല്ല ചേട്ടാ, ഇതിനെല്ലാം നമ്മൾ 500 വെച്ച് അടിച്ചല്ലേ. 500 അടിച്ചെന്ന് വിചാരിച്ചു. നീ ഇതുകൊണ്ട് മറ്റേ അമേരിക്കയ്ക്കൊന്നും ഓടിക്കാൻ പോകുന്നൊന്നുമില്ലല്ലോ. 300 രൂപയ്ക്ക് അടിച്ചാൽ മതി. ഇവിടെ വരെ എത്തുമായിരുന്നു. ആ ബൈക്ക് ഏതാ? കൊറോള ആ ബൈക്ക് ഏതാ? ഏത് കമ്പനിയുടെയാ? എനിക്കറിയത്തൊന്നുമില്ല. കൊറോള തന്നെ കേട്ടോ. ചേട്ടാ എടാ അതിന് മറ്റേ സ്വിച്ച് ഉണ്ടോ? ഈ സാധനം കിട്ടും കേട്ടോ. ഈ സാധനം കൊറോള 2 രൂപ ഇതുകൂടെ ഒന്നുകൂടി വരും. നാളെ വരും. വീട്ടിലേക്ക് വന്നു ഇവന്. ഓ ഗൈസ് അതേപോലെ തന്നെ. ഓ ഇത് കണ്ടോ? ഇത് വേറൊരു സാധനം. ബീസ്റ്റ്. ജീവിതത്തിൽ കൊച്ചു വണ്ടി ഇഷ്ടപ്പെടത്തില്ല. ഈ വണ്ടി ഓടിച്ചോണ്ടില്ല. നിങ്ങളുടെ കുടുംബം വിളക്കും കേട്ടോ. ആ വണ്ടി ഓടിച്ച കുടുംബം വിളക്കും. ഗൈസ് ഇതാ അടുത്ത വണ്ടി പോകാനുള്ള വണ്ടികളെല്ലാം കയറ്റി ഇടുക കേട്ടോ. നമ്മുടെ എത്ര വണ്ടി കയറി നോക്കിയോ. നമ്മുടെ എൻഡവർ, കൊറോള, ഇന്നോവ, ഇത്. ഇനി ഇത് കൂടാതെ ഇനിയും വരാനുണ്ട്. എല്ലാം അവിടെ നിൽക്കട്ടെ. ഇനി ഇതൊന്നും അല്ല, ഞങ്ങളുടെ വണ്ടി ഓടിച്ചോണ്ട് വരാനുണ്ട്. അതല്ല ആദ്യം എണ്ണയുടെയും പരിപാടിയൊക്കെ നടത്തട്ടെ കേട്ടോ. മറ്റേ സാധനം ഇവിടെ ഫോൺ വെക്കുന്നതെന്നല്ല അറിയാവോ? കണ്ടുപിടിക്കാം. അതിൻ്റെ അകത്ത് വണ്ടി കുറഞ്ഞു. തുമ്പേഷ് ഇത് ഒറ്റയടിക്ക് സ്റ്റാർട്ടാവും. ഇതിൻ്റെ ലൈറ്റൊക്കെ ഇടാം. എടോ കിട്ടിയോടോ? കിട്ടിയോടോ? ഇത് അതല്ലപ്പാ, അതെൻ്റെ കയ്യിലുണ്ട്. ഇതൊക്കെ അത് നീ അവിടെ ചാർജ് കുത്തിയാൽ മതി. പക്ഷെ ഞാൻ മറ്റേ സാധനം ഏത് വണ്ടിയിലും വെച്ചാൽ മതി. നീ എങ്ങനെ ഫോൺ വെക്കും? പിന്നെ വേണ്ട. മാപ്പ് എങ്ങനെ വെക്കും? മാപ്പ് കൈ പിടിക്കും. കൈ പിടിച്ചൊന്നും ഓടിക്കാനുള്ള നീ സെറ്റപ്പ് ആയിട്ടില്ലല്ലേ പിന്നെ. ഓട്ടോമാറ്റിക് അല്ലേ? ഇങ്ങോട്ട് നോക്ക് കേട്ടോ. ഇതാ പി. ഇത് ഇങ്ങനെ കേട്ടോ ഇടണ്ടേ. നീ അങ്ങനെയല്ല, ഇത് മറ്റേപാട് വലിച്ചിടുവല്ല. ഇത് കുറെ നോക്കാനുണ്ട്. അതിൽ ചൂടുണ്ടാവും. കയറി സ്റ്റാർട്ട് ചെയ്യും. ബ്രേക്ക് ചോട്ട് സ്റ്റാർട്ട് ചെയ്യും. സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ട് എന്ന് നേരത്തിലാക്കി വേണ്ട. സീറ്റ് ഫ്രണ്ടോട്ട് വെക്കണം. ആക്ക് സ്വിച്ച് പിടിച്ചേക്ക് ആദ്യം. നീ അത് ബ്രേക്കാ ചവിട്ടറല്ലേ പിന്നെ. അടിച്ചിട്ട് വിടണേ. വിട്. അത്ര വലിച്ചെല്ലാം പിടിച്ചു. ആണോ? തെറിക്കും. ബ്രേക്കിന് കാലെടുത്താക്കല്ലോ. ആദ്യം നീ സീറ്റ് റെഡിയാക്കി ഇരിക്കുന്നത്. പിന്നെ അടിക്കാൻ വേണ്ടി കൊണ്ടുവന്നു അക്കോഡ്. അത് ഫുൾ ടാങ്ക് അടിക്കണം. ഇത് ഫുൾ ടാങ്ക് അടിക്കണം. ഒരെണ്ണം കൂടെ വരാനുണ്ട്. തുമ്പിയും കൂടെ വരാനുണ്ട്. അതും അടിക്കണം കേട്ടോ. ഓഫാക്കണം കേട്ടോ. പാർക്കിലിട്ടാണ് ഓഫാക്കണ്ടേ. ചേട്ടാ പാർക്കിലിട്ടേ. ഓഫാക്കേണ്ട പാർക്കിലിട്ട്. ഓഫാക്കാതെ എണ്ണ തരത്തില്ല. അയ്യോ സൺറൂഫ് ഓപ്പൺ ആണല്ലോ. ആ സൺറൂഫിന് സ്വിച്ച് പിടിച്ച് ഞെക്കിക്കേ. ഇല്ല പൊടി കൊണ്ട് ഞെക്കിക്കേ. 0. ഗൈസ് തുമ്പി വന്നു. അതായത് അവിടെ വണ്ടി വെയിറ്റിംഗ് മാറ്റി കയറ്റണം. അതിനാ അവിടെ കൊച്ചിയിലോട്ട്. ഗൈസ് നോക്ക് ഫൈനലി നമ്മുടെ ഇതിന്. ഇത് പെട്രോൾ അല്ലേ? ഇത് പെട്രോൾ അല്ലേ? ഇത് പെട്രോൾ അല്ലേ? ഇത് പെട്രോൾ. അതും പെട്രോൾ. അത് മാത്രം ഡീസല്. ഓക്കെ. അവിടെ ഇവിടെ വരെ വന്നിട്ട് അല്ല വരഞ്ഞോ?
എടാ നീ പോകുമ്പോഴേ ആ കറുത്ത ബാഗിൻ്റെ ആ കാര്യം എടുത്തുകൊണ്ട് പോകും ബില്ല് കൊടുക്കാൻ വേണ്ടി. ഓ ഇതൊക്കെ എത്ര ഉണ്ടാവിൻ്റെ അകത്ത് കയറി 36,000 ഇത് 3,000. ദൈവമേ അത് 70 ലിറ്റർ ആയിരിക്കും. അത് സ്റ്റോപ്പ് ചെയ്യാൻ പറയട്ടെ, ചെറിയ പണി കിട്ടും. 14,500 ഒരു 30 ലിറ്റർ സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പെട്ടുപോലെ ഞാൻ ബില്ല് വരും. പക്ഷെ ആളുകൾ വിചാരിക്കും നമ്മുടെ വണ്ടി എന്ത് ചെയ്യുന്നു, ഇത് നമ്മുടെ വണ്ടിയാണ്, പൊടിയായിട്ട് നിങ്ങൾക്ക് തോന്നും. ഇത് ഞങ്ങൾ കഴുകി കഴിഞ്ഞാലേ ഇത് കാണാൻ പറ്റുള്ളൂ അല്ലേ. ഇതെല്ലാം ഇങ്ങനെ ഇത് MLA ആയിരുന്നു, അത് MLA ആയിരുന്നു. ഞാൻ വരുന്നൊരു MLA, അതും MLA. 4 വണ്ടി MLA. തുമ്പി ഇത് MLA, അത് MLA, ഇത് MLA, ഇനി വരാനുള്ള MLA. അയാളുടെ ഇതായിട്ട് പറയുന്നതാ. അയാള് നോർമൽ മറ്റേ ഇതാ പരിപാടി, അയാളുടെ മറ്റേ കസിനാ. ഇത് 30 അടിച്ച് നിർത്തിയാക്കട്ടെ. MLA ആയിരുന്നില്ലല്ലോ ഇത് 30 അടിച്ച് ഓൾട്ടീസ് MLA ആണോ? അതും MLA. മറ്റേ ഓൾട്ടീസ് MLA വൈഫിന്റെ പേരില്. ഇത് നമ്മൾ മറ്റേ അവിടെ നിന്ന് എടുത്തല്ലേ. ഞാൻ ചോദിക്കുന്നത് ഇത് 30 നിർത്തിയാക്കട്ടെ കണ്ണൂരെത്താൻ വേണ്ടി. ഭയ്യ 30 പോരെ തുമ്പി? കണ്ണൂർ നമ്മുടെ ഇരുട്ടി വരെ 30 പോരാ? എത്ര വേണ്ടി വരും? 4 റൗണ്ട് കയറും. ഗൈസ് ലഗേജ് ട്രാൻസാക്ഷൻ നടക്കട്ടെ. ലഗേജ് ട്രാൻസാക്ഷൻ അതായത് നമ്മുടെ വണ്ടിയിലെ ലഗേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുക. ഇതിൻ്റെ അടുത്ത് 2 ഫുഡ് റെസ്റ്റ് കിട്ടിയായിരുന്നു, ഫുഡ് റെസ്റ്റ് സ്റ്റെപ്പ് കിട്ടിയായിരുന്നു, അത് റെഡിയാക്കുക. ലിവിൻ അവിടെ നിന്ന് എന്തൊക്കെയോ കാണിച്ചുകൊണ്ട് കറക്കിക്കൊണ്ട് വരും കേട്ടോ. ഇപ്പം വെതിയൊക്കെ ഓടിച്ചോടിച്ച് വരുന്നുണ്ട്, അതിനെയും കൊണ്ടുവരും. അങ്ങനെയുള്ള കുറച്ച് കലാപരിപാടികൾ. അതിൻ്റെ അകത്താണ് എനിക്ക് സംശയം. ഇതാ ഫൈനലി അങ്ങനെ ഞാനും ലിവിനും വീട്ടിലെത്തിയിരിക്കുകയാണ്. ഗൈസ് നോക്കൂ, നമ്മൾ എവിടെ പോയാലും ക്രിസ്മസിന് പണ്ട് മുതലേ നമ്മൾ അങ്ങനെയാണ്, ക്രിസ്മസിന് കറക്റ്റ് ഇവിടെ എത്തും. അത് മാത്രമല്ല 17-ാം തീയതി നമ്മുടെ മൈക്കിളിൻ്റെ ബർത്ത്ഡേ, 3 വയസ്സ് കേട്ടോ. യെസ്, അപ്പം അതും കൂടി നമ്മൾ എപ്പോഴും വരാറുണ്ട്. പിന്നെ അത് മാത്രമല്ല എല്ലാ ക്രിസ്മസിനും ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല, ഞങ്ങൾക്ക് ക്രിസ്മസിന് പുൽക്കൂട് ഉണ്ടാക്കണം, വീട്ടിൽ ലൈറ്റ് ഇടണം. അത് ഞങ്ങളുടെ ഒരു ഹോബിയാണ്, ഞങ്ങളുടെ ഒരു രീതിയാണ്. അതായത് ചെറുപ്പം മുതലുള്ള സംഭവം പുൽക്കൂട് ഉണ്ടാക്കണം, പിന്നെ അതേപോലെ തന്നെ ലൈറ്റ് ഇടണം. അപ്പം അത് ഞങ്ങളുടെ രീതിയാണ്. അപ്പം 15 ദിവസം, ഇന്ന് 16 ഡേറ്റ് എത്ര? ഇന്ന് 16 15 ഇന്ന് 15 അല്ലേ? അല്ല ഇന്ന് 16, ഇന്ന് 16 ആണ്. അപ്പോൾ ഇത്രയും ദിവസമായിട്ട് വീട്ടിൽ ലൈറ്റ് ദിവസമുള്ളൂ. ഇനി ഇത്ര ദിവസമായിട്ട് വീട്ടിൽ ലൈറ്റ് സംഭവങ്ങളൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇന്ന് മുതൽ ആ പരിപാടിയൊക്കെ തുടങ്ങണം. ഗൈസ് നോക്കൂ, നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നമ്മളങ്ങനെ ഫൈനലി വീട്ടിലെത്തി. ഞങ്ങൾക്ക് ഇനിയും ഒരു 3-4 മാസത്തേക്ക് എങ്ങോട്ടും പോകത്തില്ല. ഞങ്ങളുടെ കേസ് വിചാരണ, അതായത് എത്രയും പെട്ടെന്ന് തീർക്കണമെന്ന് ഹൈക്കോടതി ഒരു ഓർഡർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കണ്ണൂരിൽ ഇനിയിപ്പോൾ നമ്മുടെ കേസ് നിരന്തരം നടന്നുകൊണ്ടിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് തന്നെ പാസ്പോർട്ട് കേസുണ്ട്, അങ്ങനെ 2-3 കേസുണ്ട്. അത് തീർത്തിട്ട് ഇനി നമുക്ക് അങ്ങോട്ട് പുറത്ത് പോയാലും ഇനിയും കോടതിയിൽ ഇതെടുക്കണം. അപ്പം എല്ലാ 2 ആഴ്ചത്തേനോ ഒരാഴ്ചത്തേനോ നമുക്ക് പുറത്ത് പോകാനുള്ള. അല്ല ഇനിയിപ്പോൾ നമ്മുടെ പത്താംകുട്ടി കിടക്കുന്ന വണ്ടി എടുക്കാൻ പോകണമെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ അതിനനുസരിച്ച് പെർമിഷൻ മേടിച്ചിടണം പോകാൻ. പെർമിഷൻ എടുക്കാൻ, അതായത് നമുക്ക് പത്താംകുട്ടിലെ വണ്ടി എടുക്കണമെങ്കിൽ ഏകദേശം 20 ദിവസം വേണം അവിടുന്ന് വണ്ടി ഇവിടെ വരെ ഓടി വരാം. പക്ഷേ നമുക്ക് ഇന്ത്യയിൽ യാത്ര ചെയ്യാൻ നേരത്ത് നമുക്ക് യാതൊരു കാര്യവും ഇല്ല. അതായത് പുറത്തോട്ട് പോകുന്ന വിഷയം 6 മാസത്തിലെ കേസ് വരുമ്പം ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്ന സമയത്ത് നമ്മളിവിടെ ഉണ്ടാകാതിരുന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ കൈവിട്ടു വീണ്ടും മാറ്റി വെക്കും, വീണ്ടും മാസങ്ങൾ എടുക്കും, പിന്നെ അതിന്റെ വിധി വരാനും കാര്യങ്ങളൊക്കെ. ഗൈസ് നോക്കൂ, ഞങ്ങൾ ആഗ്രഹിച്ച ഞങ്ങളുടെ വീട്ടുമുറ്റത്തിന്റെ ഫ്രെയിം ഇത് പോരാ, ഇനിയും വേണം. നമ്മൾ ഒന്ന് ഫുള്ളാക്കിയതായിരുന്നു, അതെ, വീണ്ടും ഫുള്ളാക്കാൻ വേണ്ടി പോലെ ഗൈസ്. അതായത് ഞങ്ങൾ ആഗ്രഹിച്ച ഞങ്ങളുടെ വീട്ടുമുറ്റത്തിന്റെ ഫ്രണ്ട് ഇതുപോലത്തെ ഒരെണ്ണോട് വരാണ്ട്, ഇനിയിപ്പോൾ സ്റ്റാലിൻ വരാണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ SML വരാണ്ട്. അതിൽ SML വീടിൻ്റെ ബേക്കിൽ പോവും, സ്റ്റാലിൻ ഇവിടെ പോവും. അപ്പം 1, 2 ഇനിയിപ്പോൾ ഒരെണ്ണം കൂടി ഇടാണ്ട്. പിന്നെ ഓമിനി അതാ കിടക്കുന്നു. ഓമിനി എപ്പോഴും ഞങ്ങളുടെ കൂടുതൽ എപ്പോഴും ഞങ്ങളുടെ കൂടുതൽ സഹചാരിയായിട്ടുണ്ട്. കാരണം ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാലും എന്ത് പറ്റിയാലും ലാസ്റ്റ് അതേ ഉണ്ടാവുള്ളൂ. സത്യം, ഈ പക്ഷം നമുക്ക് അതുണ്ടായിരുന്നു. എല്ലാ വണ്ടിയും കൊടുത്തപ്പോൾ അതേ ഉണ്ടായിരുന്നു. വേറെ കാര്യമുണ്ട്, എല്ലാവരും വീടിൻ്റെ മുന്നിൽ ചെടികൾ വെക്കാനല്ല ആഗ്രഹിക്കുന്നത്. പക്ഷെ ഞങ്ങൾ തിരിച്ചാണ്, വീടിന്റെ മുന്നിൽ വണ്ടി കൃഷി. ഗൈസ് നോക്കൂ, ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി വണ്ടിയാണ്. ഏത് വണ്ടി കിട്ടിയാലും താല്പര്യം കേട്ടോ, ഏത് കിട്ടിയാലും അത് മേടിക്കും. അപ്പം അങ്ങനെയാണ് നമ്മുടെ സംഭവങ്ങൾ. അപ്പം നമ്മൾ വിചാരിച്ച നമ്മുടെ ഒരു ഫ്രെയിം നമ്മുടെ വീട്ടുമുറ്റത്ത് കിട്ടി. ആ ബേക്കിലും കൂടി വേറെ കുഴപ്പമുണ്ട്, വണ്ടി ഇടാൻ പറ്റാത്ത സ്ഥലത്തിന് ഒരു കുഴപ്പമുള്ളൂ. ഞങ്ങളുടെ ഇവിടുത്തെ ആ ഒരു ലാൻഡ്സ്കേപ്പ് അത്ര ശരിയായില്ല കേട്ടോ. കാരണം ഈ ലാൻഡ്സ്കേപ്പിന്റെ ഒരു വിഷയം എന്ന് വെച്ചാൽ ഇത് വണ്ടിക്ക് അനുയോജ്യമായ ഒരു ലാൻഡ്സ്കേപ്പ് അല്ല. നമ്മൾ 1-2 വണ്ടിക്ക് പറ്റിയ അല്ല. നമ്മൾ അന്നപ്പോൾ ബസ്സിന്റെ കാര്യം പ്ലാൻ ചെയ്തില്ലല്ലോ, അതാണ് ഏറ്റവും കൂടുതൽ. ബസ്സാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ സ്ഥലം പോയി. അല്ല ഇനി ഈ വീടിൻ്റെ അകത്ത് ഒരു 6 വണ്ടിയും കൂടി ഇടായിരുന്നു, കാറായിരുന്നു അല്ലേ. ബസ് അത്ര സ്ഥലം കൊണ്ടുപോയി, അതാണ് പറ്റിപ്പോയത്. ഗൈസ് ക്രിസ്മസിൻ്റെതായ തണുപ്പ്, കാറ്റ്, നല്ല ഫീലിങ് ഇതൊക്കെ കിട്ടിത്തുടങ്ങി. അതായത് നമ്മൾ ഈ ജമ്മുവിലും അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പോയി കിട്ടുന്ന തണുപ്പല്ലേ, ഇളം തണുപ്പ്. മറ്റേത് കൊലത്തണുപ്പ്, അതായത് ജനൽ തുറന്നു കാറ്റടിച്ച് കയറുന്ന ആവശ്യമേ ഇല്ല. ഗൈസ് നോക്കൂ, ഞങ്ങൾ വീഡിയോയിൽ നിങ്ങളോട് സൂചിപ്പിച്ചായിരുന്നു എന്താണ് സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ SS നെപ്പോളിയനെ
നമ്മൾ കൊടുത്തു. അത് വേറൊരാളുടെ കൈകളിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു. ഏതാണ്ട് ഒരു 10-20 ദിവസം കൂടി ഇനി നമ്മുടെ വീട്ടുമുറ്റത്ത് SS നെപ്പോളിയൻ ഉണ്ടാവുള്ളൂ. ഏകദേശം അഡ്വാൻസും കാര്യങ്ങളൊക്കെ ആയി. യെസ്, അതായത് 100% അഡ്വാൻസ് തന്ന് നിർത്തിയാക്കുന്ന വണ്ടിയാണ്. ഇനി ഒരു കാര്യം നിങ്ങളോട് ഞാൻ എടുത്തു പറയാം. ഇവന് പകരമായിട്ട് ഞങ്ങളൊരു വണ്ടി കൊണ്ടുവരും, ഇവനെ പോലെ തന്നെ ഒരു വണ്ടി. പക്ഷേ അതൊരു ഇച്ചിരി സമയം എടുക്കും. അതിന് കാരണം പറയട്ടെ, അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വണ്ടികൾ നമ്മുടെ വീട്ടുമുറ്റത്തിടാൻ വളരെ വലിയ പരിമിതികളുണ്ട്. കാരണം നമ്മൾ 20 സെൻറ്റ് സ്ഥലം ആകെയുള്ളൂ. അതിൽ വീട് വെച്ചപ്പോൾ തന്നെ 10-15 സെൻറ്റ് പോയി. പിന്നെ ആകെയുള്ള 5 സെൻറ്റാണ്. അത് ബേക്കിൽ വീട്ടാവശ്യങ്ങളുടെ സംഭവങ്ങളൊക്കെയാണ് ബേക്കിൽ. ഫ്രണ്ടിൽ ആകെയുള്ള ഇത്രയും സ്ഥലമുള്ളൂ. അതിനകത്ത് പട്ടിക്കൂട്, പക്ഷിക്കൂട്, പൂകൾ, പിന്നെ അതുപോലെ ബീഗുക്കുട്ടി, അങ്ങനെയുള്ള എല്ലാവരും, പിന്നെ ടയറുകൾ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഈ ഫ്രണ്ടിലുണ്ട്. അപ്പം ഫ്രണ്ട് ഞങ്ങളുടെ അതെ, അപ്പോൾ സ്ഥല സൗകര്യങ്ങൾ വിഷയമുണ്ട്. അപ്പോൾ നമ്മൾ സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ നമുക്ക് ഒരു സ്ഥലം കിട്ടില്ല. ആ സ്ഥലത്ത് നമ്മുടെ വണ്ടി ഇടാൻ പറ്റിയ സ്ഥലവും പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ ഗ്യാരേജ്, നമ്മുടെ വണ്ടി പണിയാനുള്ള ഗ്യാരേജും പണിയാനുള്ള പരിപാടിയാണ്. അതായത് നമ്മുടെ സ്റ്റാലും വരുന്നുണ്ട്, SML വരുന്നുണ്ട്. ഇതൊക്കെ നമ്മളാണ് പണിയുന്നത്. എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ സ്വപ്നം കണ്ട ഒരു സാധനമുണ്ട്. ആ സാധനം നമുക്ക് സമയമെടുത്ത്, അതായത് പെട്ടെന്ന് പണിയാൻ പറ്റിയൊരു സംഭവമല്ല, അത് സമയമെടുത്ത് ഏതാണ്ട് പരമാവധി വേഗം പണിയണമെന്നാണ് ഞങ്ങളുടെ വിചാരം. സമയമെടുത്ത് നമുക്കത് പണിയണം. അപ്പം അതിനുള്ള സംവിധാനത്തിന് വേണ്ടി, അതായത് എന്താ സംഭവം ഇവൻ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫ്രണ്ട് ഭാഗം മാറ്റണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തകിടിൻ്റെ അകത്ത് കൈ കൊണ്ട് അടിച്ചടിച്ചുണ്ടാക്കാം. പിന്നെ കുറേ സാധനങ്ങൾ ഞങ്ങൾ അതിന് വേണ്ടി പുറത്തുനിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരു, അതായത് എൻ്റെ ഒരു സ്വപ്നമാണ് നമുക്ക് വേണ്ടി മാത്രം ഒരു ഗ്യാരേജ്, നമ്മുടെ വണ്ടികൾ പണിയ ഒരു ഗ്യാരേജ്. അപ്പം അതെന്തായാലും ചെയ്യണം. പിന്നെ അതിനകത്ത് മെയിനായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഗ്യാരേജ്, പിന്നെ അതുകൂടാതെ നമ്മുടെ വണ്ടി ഇടാൻ പറ്റിയ സ്ഥലങ്ങൾ, പിന്നെ ഞങ്ങളുടെ സാധനങ്ങൾ. അതായത് ഞങ്ങൾ ഈ ഒരു സംഭവം തുടങ്ങുന്നതിന് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട്. അതായത് ഞങ്ങൾ നമ്മുടെ ഓമിനി അല്ലെങ്കിൽ ടാറ്റ വെഞ്ചർ മുതൽ നമ്മൾ യാത്ര ചെയ്ത ഞങ്ങൾ സൂക്ഷിച്ചു വെച്ച കുറേ സാധനങ്ങളുണ്ട്. അതിന് ഓരോ സ്ഥലത്ത് ഇന്ന സ്ഥലത്ത് കയറിയത് ഇത്, ഇന്ന യാത്ര ഇത്ര കിലോമീറ്റർ ഞങ്ങൾ അന്ന് ഓടിച്ച് ഞങ്ങളുടെ ഒരു എന്നാ പറയുക, ഞങ്ങൾ യാത്ര ചെയ്ത സംഭവങ്ങൾ കാണാൻ വേണ്ടി ഒരു എക്സ്പോ പോലെ ഒരു സാധനവും കൂടെ അവിടെ സെറ്റ് ചെയ്യണം. അതിനും കൂടെ കൂടിയാണ് സ്ഥലം എടുക്കുന്നത്. വിത്ത് നമ്മുടെ വർക്ക്ഷോപ്പ്, നമ്മുടെ സംഭവങ്ങൾ, അങ്ങനെ ഒരു പ്രൊജക്റ്റ്, ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി പോവാണ്. അതെന്തായാലും ഞങ്ങളുടെ ഡ്രീം സ്വപ്നമാണ്. പക്ഷേ അതിനുള്ള സ്ഥലം കിട്ടിയിട്ടില്ല. അതിനുവേണ്ടി ഞങ്ങൾ അന്വേഷിച്ച് നടക്കുവാണ്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം നിൽക്കാൻ പറ്റില്ല. കാരണം ഇപ്പം തന്നെ ഞങ്ങൾ പത്താംകോട്ടിൽ നിന്ന് വണ്ടിയുടെ കേസും കഴിഞ്ഞ് ജമ്മു കാശ്മീരൊക്കെ പോയിട്ട് ഓടിയോ വന്നത്. കാരണം 2 കേസാണ് ഇവിടെ പെൻഡിങ് അയക്കുന്നത്. അത് ചെയ്ത് തീർക്കണം. എന്നാലേ പുറത്ത് നമ്മുടെ TT നെപ്പോളിയൻ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവനെ നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇനി ഒരു കേസ് ഒന്നും പേടിക്കണ്ട. കിട്ടിയില്ല, പാസ്പോർട്ട് കിട്ടിയിൽ തന്നെ 6 മാസമുള്ള കേസ് തീരും. അതെ, ഒന്നെങ്കിൽ എല്ലാം അറിയാം, നമുക്ക് പെട്ടെന്ന് അറിയാം. അതെ അല്ലേ ഗൈസ്. പിന്നെ നമ്മുടെ ചെറുക്കൻ ഇവിടെയുണ്ട്. 2021 മുതൽ നമ്മുടെ കൂടുതൽ കൂടിയതാണ്. 26 ആകാനാവുന്നു. അപ്പോൾ 5 കൊല്ലത്തെ പരിഗണന. കുറേ പിള്ളേർക്കും കുറേ ആളുകൾക്കും വിഷമമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഇവനെ കൊടുത്താൽ നമ്മൾ ഒരു പുതിയൊരുത്തിനെ വാങ്ങിക്കും. അപ്പം അതിനുവേണ്ടി നമ്മൾ തയ്യാറെടുക്കുന്നു. അപ്പോൾ ഇത് തന്നെ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, ഞങ്ങൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇതൊന്നും ഓടിക്കാൻ ആളില്ല. പിന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം കിടന്നു കഴിഞ്ഞിട്ടുണ്ട്, ഈ സാധനങ്ങളെല്ലാം പോകും. അതിൽ നല്ലതെന്ന് വെച്ചാൽ ആവശ്യക്കാർ ഇത് ഉപയോഗിക്കട്ടെ. കൈസ്, ഒന്നാമത്തെ കാര്യം 15,700 രൂപ അടുത്ത് 3 മാസം കൊണ്ട് ടാക്സ്. അത് പോട്ടെ നോക്കാം. ഇത് നമ്മൾ ഒരു 1-2 മാസം എടുക്കാതെ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ഇന്ത്യയിൽ മൊത്തം പോകും, നശിച്ച് നാരണക്കല്ലായി പോകും. നമ്മളിവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ കറക്റ്റ് നടക്കുള്ളൂ. അല്ലെങ്കിൽ ഇതൊന്നും ആരും എടുക്കത്തൊന്നുമില്ല. പിന്നെ ഒന്നാമത്തെ കാര്യം, അഭിരാമിയൊക്കെ ഇപ്പം ഗർഭിണിയാണ്. അപ്പോൾ ഗർഭിണി ആയതുകൊണ്ട് അവൾക്കും വണ്ടി ഒന്നും ഓടിക്കാൻ പറ്റത്തില്ല. അവൾക്ക് ഓടിക്കാൻ വേണ്ടിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മേടിച്ചത്. ഇതല്ല ഇതല്ല എൻ്റെ വരുന്നത്. കൈസ് നോക്കൂ, എൻ്റെ ഇച്ചിരി കൂടെ വൃത്തിയുള്ള വണ്ടിയാണ്. അവനെ പറ്റിയാണ് പിള്ളേർക്ക് കാറ് കൊടുക്കൂലേ, നിന്റെ നല്ലത്. നമ്മൾ പറഞ്ഞത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത യാത്രകളുണ്ട്. അതുകൂടാതെ ഞങ്ങളുടെ അടുത്ത യാത്രയുണ്ട് 6 മാസം കഴിഞ്ഞ്. 6 മാസത്തിന് മുമ്പേ കിട്ടുമോ നോക്കണം. ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പം കിട്ടാൻ പാസ്പോർട്ടിന്റെ കാര്യം കിട്ടൂല ഗൈസ്. കാരണം വിചാരണ നടക്കുന്നുണ്ട്, കിട്ടൂല. വിചാരണ സാധാരണ പാസ്പോർട്ട് എല്ലാം മേടിച്ചു വെക്കുക ചെയ്യുന്നത്. അതായത് കറക്റ്റ് സമയത്ത് ഹാജരാൻ. ദൈവത്തെ നമുക്ക് ദൈവം അനുഗ്രഹിച്ച് നമുക്ക് ഹൈക്കോടതി 6 മാസം കൊണ്ട് കേസ് തീർക്കുന്ന ഓർഡർ വന്നിട്ടുണ്ട്. യെസ്, ഇതാണ് അക്കോട്ട്. റോട്ടിലെ കില്ലർ ഗൈസ് അല്ലേ. ഇതൊരു ബീസ്റ്റാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഞാൻ പണ്ട് വിചാരിക്കുമായിരുന്നു ഈ അക്കോഡ് എടുത്തിട്ട് ഈ പിള്ളേരൊക്കെ ഈ മോഡിഫിക്കേഷൻ ചെയ്തിട്ട് ഇവന്മാർക്ക് എന്നെ കിട്ടുന്ന ഈ അക്കോഡ് സിവിക്ക് ഈ സൺഡിയോടെ അടുത്തപ്പോഴേ മാങ്ങയുടെ രുചി മനസ്സിലായി. ഇതൊരു സാധനം. ഇത്രയും വണ്ടി കൊണ്ടുവന്നില്ല. അതിപ്പോൾ ഞാൻ എടുത്തു പറയാം. കംഫേർട്ട്, യാത്രാസുഖം, കുറവുകളൊന്നുമല്ല, എൻഡോറൊന്നുമല്ല. ഞാൻ ഒട്ടുമുക്കപ്പെട്ട എല്ലാ വണ്ടികളും ഓടിച്ചിട്ടുണ്ട്. അതൊന്നുമല്ല. അക്കോഡിനെ ബീറ്റ് ചെയ്യാൻ വേറെ വണ്ടിയില്ല. അതായത് ഇതിൻ്റെ ബേക്കർ സീറ്റിലെ യാത്രാസുഖം അല്ല, ഒന്ന് കിടന്നാൽ മതി, ഉറങ്ങിപ്പോ. അന്നത്തെ ഫെസിലിറ്റി 2012 ഫെസിലിറ്റിയിൽ എല്ലാ സാധനമുള്ള വണ്ടിയാണ്. പെഡൽ സാധനം വരെ ഉണ്ട്, പെഡൽ ഷിഫ്റ്റ്. അപ്പം അത്രയും കിട്ടുന്ന വണ്ടിയാണ്.
പക്ഷേ ഇതിന് മാത്രം നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന നേരത്ത് 5,000 രൂപ 5,000 രൂപ 5,000 രൂപയുടെ അടുത്ത് എണ്ണ ചിലവ്. എണ്ണയല്ലേ? ബാക്കി എല്ലാവരും 2,500 2,500 എൻ്റെ പറഞ്ഞ 2,000 സംതിങ്. വേറെ കാര്യം 2,000 സംതിങ്. ഈ കാരണം നമ്മൾ 100-ലാട്ടോ വന്നേ. അവിടെ നമ്മുടെ എക്സ്പ്രസ് റോഡിന്റെ അകത്ത് 100 പോരാൻ വേണ്ടി പറ്റും. മൈസൂർ ബാംഗ്ലൂർ ഹൈവേ. പക്ഷേ ഇതെന്ത് പറഞ്ഞാൽ ഒരു ഒഴുകിയൊരു പോക്കാണ്. ഇതിന്റെ അകത്ത് ഇത് നിങ്ങൾ ഇതൊക്കെ പെയിന്റ് അടിച്ച് പിന്നെ പോളിഷ് ചെയ്തിട്ടാക്കുന്നതാണ്. ട്രക്കെ കയറി ട്രക്കിന്റെ പൊടിയായിട്ട് കാണുന്ന മൊത്തം. ഈ വണ്ടികളെല്ലാം കഴുകി ഇനിയിപ്പം വൃത്തിയാക്കി എടുക്കണം. അല്ല ഇതിന്റെ അകത്ത് ഇച്ചിരി ഇത് പെയിന്റ് അടിച്ചെടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊറോള മാത്രമേ ഉള്ളൂ. പക്ഷെ മേളിലും മറ്റേ ഇതിനിട്ട് മറ്റേ ഓട്ടോയ്ക്കിട്ട് മേളിലും താഴെയൊക്കെ എന്ന് വെച്ചാൽ കഴുകി കഴിഞ്ഞാൽ വൃത്തിയാവും. പക്ഷേ ഈ താഴെ ബമ്പർ ഒന്ന് പെയിന്റ് അടിച്ചെടുക്കണം. കൈസ് നോക്കൂ, നമ്മുടെ ബാക്കി 2 ചെറുക്കന്മാർ, അതായത് കൊറോള എൻഡവറും. കൊറോളനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് 2 വാക്ക് പറയണം. നീ ആണല്ലോ അവിടെ ഓടിച്ചത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ എടുത്തോണ്ട് പോകുന്നു. കൈസ്, അതായത് ബാംഗ്ലൂരിൽ നിന്ന് നാട് വരെ ലിമിറ്റ് ഓടിച്ചു. ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് വഴിയിൽ ഓഫ് ആയൊന്നുമില്ല. പിന്നെ കുറേ സംശയങ്ങളുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ തീർച്ചു കൊടുത്തു. ടിയും ആറും ഡിയും ഇടയ്ക്കിടയ്ക്ക് മാറിപ്പോകും. പിന്നെ റിവേഴ്സ് പറഞ്ഞു കൊടുക്കുക. പി എന്ന് വെച്ചാൽ പാർക്കിങ്, ഡി എന്ന് വെച്ചാൽ ഓടിക്കല്, അല്ല ഡ്രൈവ്. എൻ്റെ ഭാഷ വ്യത്യാസമാണ്. ഓക്കെ. പിന്നെ 6 എന്ന് വെച്ചാൽ റിവേഴ്സ്. ഓക്കെ, അതെ. ഗൈസ് നോക്കും, അങ്ങനെയാണ് കാര്യങ്ങൾ. ഇത് ഇത്രയും പഠിച്ചാൽ മതി. നമ്മൾ ആർക്കും ഓടിച്ചോണ്ട് ഒരു കളിപ്പാട്ടം ഓടിക്കുന്നത് എങ്ങനെയാണോ അതേപോലെ ഓടിച്ചോണ്ട് പോകും. ഗൈസ്, രാവിലെ തന്നെ ഞങ്ങളുടെ മൈക്കിൾ കുട്ടി ഒന്നും എണീറ്റിട്ടില്ല, അവൻ എണീറ്റ് വരുന്നേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് ഞാൻ 2 വാക്ക് പറയട്ടെ. അതായത് പെട്രോൾ ഓട്ടോമാറ്റിക്കിൻ്റെ അകത്ത് എനിക്ക് ഓടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു 13-14 കിലോമീറ്റർ. 13 അത്ര ഞാൻ റേഞ്ച് 14 ഉണ്ടായിരുന്നേ. ഇടയ്ക്ക് നല്ല കാല് കൊടുത്ത് ഓവർടേക്ക് ചെയ്യുമ്പോൾ 100 കയറൂലേ, അങ്ങനെ വരുന്ന കട്ടായിപ്പോയി. ഇതിന്റെ 2 ടയർ മാറ്റാണ്ട് പിന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കി 2-3 സ്ഥലത്ത് ടച്ചപ്പ് പരിപാടി. വണ്ടിയുടെ റിയലിറ്റി എന്ന് വെച്ചിട്ടുണ്ട്, റിയലിറ്റി അല്ല റിലയബിലിറ്റി. അതെന്ന് വെച്ചാൽ 1.5 കേട്ടോ. ഇത്രയും വണ്ടി ഇത്രയും പഴക്കമായാലും പുതിയ വണ്ടിയുടെ ഫീലിംഗ് എനിക്ക് സത്യം പറയാലോ. 2 വണ്ടിയാണ് ഏറ്റവും കൂടുതൽ വണ്ടി ഓടിച്ചതിൽ ഇഷ്ടം. ഒന്ന് ഓമിനി, പനി കാരണം ചുമച്ചത്, ക്ഷമിക്കണം. ഒന്ന് ഓമിനി, ഒന്ന് ബസ്. കാര്യം ഇവനെ കൊണ്ട് എവിടെ പോയാലും അക്കോർഡിനെ കൊണ്ട് പോയാലും ഇതൊക്കെ ജാപ്പാൻ സ്പെക്ക് ആണ്, നമുക്ക് പേടിക്കുന്നത്. ബട്ട് ഇവൻ അമേരിക്കൻ സ്പെക്കാ. അമേരിക്കൻ സ്പെക്കിന്റെ പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിൻ്റെ ഒരു സാധനത്തിന് വില വെച്ചു 1,37,000 രൂപ. പിന്നെ അതുപോലെ ഇത് അത്യാവശ്യം എക്സ്പെൻസീവാണ് വണ്ടി. ഇതിൻ്റെ ഞങ്ങൾ വണ്ടി മേടിച്ചപ്പോൾ ആദ്യം ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോറൂമിൽ ഞങ്ങൾക്ക് തരുന്നതിൻ്റെ 300 കിലോമീറ്റർ മുമ്പ് വരെ സർവീസ് ഹിസ്റ്ററി ഉണ്ടായിരുന്ന വണ്ടിയാണ്. ഞങ്ങൾ എന്നാലും ഇതിൻ്റെ ഗിയർ ഓയിൽ അങ്ങ് ചേഞ്ച് ചെയ്തു, അതായത് ഇതിൻ്റെ ട്രാൻസ്മിഷൻ ഓയിൽ ചേഞ്ച് ചെയ്തു. ഏകദേശം നമുക്ക് ആദ്യം ഫ്ലഷ് ചെയ്യാൻ, അതായത് അത് ഞങ്ങൾ ഒരു ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് കഴുകി ഫ്ലഷ് ചെയ്തിട്ടാണ് മറ്റേ മെയിൻ ഓയിൽ പറഞ്ഞ കാര്യം. ഞാൻ പറയട്ടെ, നീ മിണ്ടി 11,000 രൂപ ഓയിലിന് ഇതിന്. പിന്നെ ഫ്ലഷ് ചെയ്യാൻ വേണ്ടി മേടിച്ചതിന് 6,000. അതായത് ഒരു വണ്ടി എടുത്തു കഴിഞ്ഞിട്ട് ഇത്ര ഇതൊക്കെ വില കൂടിയ വണ്ടിയാണ്. അതിന്റെ ഗിയർ ബോക്സ് പണിയാൻ വേണ്ടി എനിക്ക് തോന്നുന്നു 3 ലക്ഷം രൂപ 4 ലക്ഷം കമ്പനി വിലയുണ്ട്. ഇതിന്റെ ട്രാൻസിഷൻ മാറുന്നതിന് പ്രോഗ്രാം ഉണ്ട്, അതിന് സെൻസർ ഉണ്ട്, കുറെ സെൻസർ ഉള്ള വണ്ടിയാണ്. അതായത് 4 ലക്ഷം രൂപ അടുത്ത് മറ്റേ കമ്പനി വരും. 3.5-4 ലക്ഷം രൂപ അടുത്ത് എല്ലാം കൊണ്ട് GST എല്ലാം അടക്കം അത്രയും വരും. അതായത് പുറത്ത് തന്നെ ചെയ്യണേൽ 1.5 ലക്ഷം രൂപ തൊട്ട് 1.20 വരെ മേടിക്കുന്നവരുണ്ട്. അപ്പോൾ എന്നാ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു അതിൻ്റെ അകത്ത് നമ്മൾ എച്ചിത്തരം കാണിക്കരുത്, അത് നമ്മളെപ്പോലുള്ളവർ. അതായത് ഇതിൻ്റെ അകത്ത് ശരിക്കും ആദ്യം നമ്മൾ ഒരു ഓയിൽ മാറി. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിയുടെ പഴയ ഓയിലെല്ലാം ഒന്ന് റൊട്ടേഷൻ ചെയ്ത് മാറ്റാൻ വേണ്ടി അത് പുതിയ ഓയിൽ തന്നെ വെച്ചിട്ട് വീണ്ടും നമ്മൾ ഒരു 1,500 കിലോമീറ്റർ ഓടിച്ച് 945 ml ഒരു ടിന്നിന് 1,200 രൂപ. ഞാൻ പറയട്ടെ, അതായത് ഒരു 1000 കിലോമീറ്റർ ഓടിച്ചിട്ട് വീണ്ടും നമ്മൾ പുതിയ ഓയിൽ വെച്ചു. കാര്യം എന്ന് വെച്ചാൽ അത്രയും നമുക്ക് ഗിയറിന് അത്രയും നല്ലതായിരിക്കും വണ്ടിക്ക്. അല്ല ഇതിൻ്റെ പല്ലിങ്ങാനും പോയി കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കി. അത് ശരി കേട്ടോ. ഗൈസ് നോക്കൂ, ഫൈനലി ഇതാണ് നമ്മുടെ ഞങ്ങളുടെ ലെജൻഡ്. ഞങ്ങളാക്കി ഞങ്ങൾ ഈ കാണുന്ന കിടപ്പാടത്ത് കിടക്കുന്നതും ഞങ്ങൾക്കെല്ലാം ഉണ്ടാക്കി തന്നതും. അതായത് പല ആൾക്കാരും പറയുന്നുണ്ട് നമുക്ക് കാശ് കയറി മൂടി, അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ അഹങ്കാരം, ഇതൊക്കെ നമ്മളാക്കി നമ്മളെ ഒന്നുമില്ലാത്തടത്തു നിന്ന് സീറോയിൽ നിന്നും ഇത്രയെങ്കിലും എത്തിച്ചവൻ ഇവനാണ്. ഇവനെ കൊണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പോലെ ഇതും കൊണ്ട് ഞങ്ങളൊരു വലിയൊരു പ്ലാനുണ്ട്, അത് വഴിയേ പറയാം. അതൊക്കെ കൂടിയാണ് നമ്മൾ സ്വന്തമായിട്ട് ഒരു കസ്റ്റമൈസ് വർക്ക്ഷോപ്പ് ഉണ്ടാക്കുന്നത്. അതായത് നമ്മുടെ വർക്ക്ഷോപ്പ് എന്ന് വെച്ചാൽ സാധാ വർക്ക്ഷോപ്പല്ല, കസ്റ്റമൈസ്. അതായത് നമ്മുടെ വണ്ടികൾ തന്നെ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു വർക്ക്ഷോപ്പ്. അതായത് സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു, പുറത്തുനിന്ന് നമ്മൾ എടുക്കുന്നില്ല, ഉണ്ടാക്കി വണ്ടീൻ്റെ അകത്ത് കയറ്റി അങ്ങനെ ഒരു വർക്ക്ഷോപ്പ്. അതായത് നമുക്ക് വേണ്ട പാർട്സുകൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്ത് പിന്നെ ചില സാധനങ്ങളൊക്കെ നമ്മൾ പുറണ്ടായിരുന്നു സോഴ്സ് ചെയ്ത് അങ്ങനെ ഇവനെ നമ്മളൊരു പരിപാടി നടത്താൻ പോകുന്നുണ്ട്. അതിൽ ഇവിടെ വെയിറ്റ് ചെയ്യട്ടെ. അപ്പോൾ ഇവനെ നമ്മൾ പെയിൻ്റ് അടിച്ച് കുട്ടപ്പനാക്കാമെന്ന് വിചാരിച്ചാണ്. ഇതിൻ്റെ പിന്നെ ടെസ്റ്റ് അടുത്ത മാസം അങ്ങനെ എന്തൊരു ഇതാണ്. അതായത് 26 രണ്ടാമത്തെ ടെസ്റ്റ് വരാൻ വേണ്ടി പോവാണ്. അപ്പോൾ അത് ചെയ്യണം. അപ്പോൾ 2020-21 മോഡൽ എന്നായിരുന്നു, ക്ലാസ് നോക്കി അറിയാം ഏത് മോഡലായിരുന്നു. അതില്ല, അതിന് ക്ലാസ്സൊക്കെ മാറ്റിയതാ. ഫ്രണ്ട് ക്ലാസ് മാറ്റി എത്ര കൊല്ലമായി ആയിരിക്കാം. എൻ്റെ പ്രായമുണ്ട് ഇവനും അല്ലേ. ഞങ്ങൾ 1-2 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പം
ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബസ് പോയാലും നിങ്ങൾ ആരും വിഷമിക്കരുത്. അതിന് പകരം വേറൊരു ബസ് കൊണ്ടുവരും. പക്ഷേ ഇച്ചിരി സമയം എടുക്കും. കാരണം ഞങ്ങൾ അത് ഒന്നാമത്തെ കാര്യം കേസ് കഴിയണം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ബസ് ഉണ്ടെങ്കിൽ നമുക്കിനി ഇന്ത്യയിൽ കൂടെ ഒരു യാത്ര പോസിബിൾ അല്ല. കാരണം ആരും നമ്മുടെ വീഡിയോ ഇന്ത്യയിൽ കൂടെ ഉള്ളത് കാണത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി തന്നെ 3-4 പ്രാവശ്യം ഓടി, ട്രാവലർ ഓടി, ഇത് ഓടി. അപ്പം ഇനിയിപ്പോൾ ഇതുകൊണ്ട് യൂസ് ഇല്ല. ഇനി നമുക്ക് അതിൻ്റെ ഒരു യൂസ് വരുമ്പോഴാണ് അത് മേടിക്കേണ്ടത്. അപ്പം അതുടനെ വരും. അപ്പോൾ ഉള്ള എല്ലാ കാര്യങ്ങളും കൊണ്ട് പറയും. നമ്മൾ വീട്ടിലെത്തി ഏതാണ്ട് ഒരു 1.5, 1, 10, 1, 20, 1 മാസത്തിനുള്ളിലാണ് നമ്മൾ നാട്ടിലെത്തിയിരിക്കുന്നത്. നമുക്കിനി ആകെ യാത്ര ചെയ്യാൻ പറ്റിയ രാജ്യങ്ങൾ വേണം ഞാൻ നിങ്ങളോട് വിരലെണ്ണാന്ന് പറഞ്ഞുതരാം. ശ്രീലങ്കയിൽ പോവാം, വേണേൽ മാലിയിൽ പോവാം. എനിക്കതും തോറ്റൂലെന്ന് എനിക്ക് തോന്നുന്നത്. 5-10 ദിവസത്തേക്ക് അല്ല, നമ്മുടെ പാസ്പോർട്ടിന് 6 മാസം കണ്ട വാലിറ്റേ ഉള്ളൂ. 6 മാസത്തിൽ കൂടുതൽ വാലിറ്റേ ഉള്ള ഇത് വെച്ചാൽ വിദേശത്ത് പോകാൻ പറ്റുള്ളൂ. വേണ്ട, അഞ്ചമാനി പോകാമല്ലോ. അതേപോലെ പോവാം ഗൈസ്. അപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുവാണ്. ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ വീട് മൊത്തം ലൈറ്റ് ഇടണം. പിന്നെ പുൽക്കൂട് ഒരു 25-ാം തീയതിയോട് കൂടിയൊക്കെ ഉണ്ടാക്കത്തുള്ളൂ. ആദ്യം വീണ്ടും ലൈറ്റ് ഇടണം. നാളെ കഴിഞ്ഞ് മറ്റന്നാളൊക്കെ കോടതിയിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യമാണ് നിങ്ങളോട് പറയാനുള്ള. ഗൂഷ്